Hi all, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാച്ച് ടൂൾ ആണ്. റീടച്ചിങ് ടൂൾസിന്റെ കണ്ടിന്യൂസ് ടോപ്പിക് ആണ്. സോ നമുക്ക് പാച്ച് ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പാച്ച് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പാച്ച് ടൂൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറയാം. പാച്ച് ടൂൾ റിമൂവ്സ് എനി അൺവാണ്ടഡ് ഓർ ഡാമേജ്ഡ് എലിമെന്റ്സ് ഫ്രം അവർ ഇമേജ്. അതായത് നമ്മുടെ ഇമേജിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും വേണ്ടാത്ത ഏരിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, പാച്ച് ടൂൾ വെച്ച് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. സെയിം കണ്ടന്റ് അവെയർ പോലെ തന്നെയൊക്കെ പാച്ച് ടൂൾ എടുക്കുന്ന ഹീലിംഗ് ബ്രഷ് ടൂളിന്റെ കൂടെ തന്നെയാണ് മൂന്നാമത് കിടപ്പുണ്ട് എന്ത്, പാച്ച് ടൂള്. ഷോർട്ട് കട്ട് എന്താണ്, ജെ ആണ്. സോ പാച്ച് ടൂൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് വ്യത്യാസമുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പാച്ച് ടൂൾ എടുക്കുക. പാച്ച് ടൂൾ എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് ഏരിയ ആണോ ക്ലിയർ ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, പാച്ച് ടൂൾ വെച്ച് സെലക്ട് ചെയ്യുക എന്നുണ്ടോ. നമുക്കൊരു ഇറഗുലർ ഷേപ്പിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, റീടച്ചിങ് ടൂൾസിൽ ഫസ്റ്റ് ടൂളാണ് എന്ത്, സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൂളാണ് നമ്മൾ ഈ പാച്ച് ടൂൾ എന്ന് പറയുന്നത്. ഇതിനു മുമ്പുള്ള ടൂളുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇതിനകത്ത് നമ്മൾ എന്താണ്, നമുക്ക് ഡാമേജ് ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ പാച്ച് ടൂൾ എടുക്കുക. പാച്ച് ടൂൾ എടുത്തിട്ട് ആ പാച്ച് ടൂൾ എടുക്കുമ്പോൾ തന്നെ കാണിക്കും, ഒരു ഡയറക്ഷൻ കാണിച്ചേക്കുന്നുണ്ടോ, മീൻസ് നമുക്ക് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളത്. സോ നമ്മൾ ചെയ്യുന്നത് ഒരു സോഴ്സും ഉണ്ട്, ഡെസ്റ്റിനേഷനും ഉണ്ട് അല്ലേ. സോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ പാച്ച് ടൂൾ ഉപയോഗിച്ച് ആ ഏരിയ ജസ്റ്റ് ചേഞ്ച് ചെയ്യുവാണ്. വേറൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെലക്ഷൻ ഏത് പോർഷനിലേക്കാണ് പോകുന്നത് ആ പോർഷൻ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത റീജിയനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതായത് ഞാൻ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്ത ആ ഒരു സെലക്ഷനെ പാച്ച് ടൂൾ വെച്ച് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് മൂവ് ചെയ്തേക്കുന്നത്. ഈ പാച്ച് ടൂൾ വെച്ച് മൂവ് ചെയ്യുന്ന കൂടെ തന്നെ കണ്ടോ അവിടെ ഹൈലൈറ്റ് ആവുന്നുണ്ടോ. ഓക്കെ, ആ ഏരിയ അവിടെ എന്താവുന്നുണ്ട്, ഹൈലൈറ്റ് ആവുന്നുണ്ട്. സോ ഞാൻ അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചു. ഡ്രാഗ് ചെയ്ത് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായി, ക്ലിയർ ചെയ്ത് കിട്ടി. സോ വളരെ സിമ്പിൾ ആണ് പാച്ച് ടൂൾ യൂസ് ചെയ്യാൻ. ഒത്തിരി സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ട് പാച്ച് ടൂൾ എടുക്കുക. പാച്ച് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ പാച്ച് ടൂൾ വെച്ച് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സെലക്ഷൻ ഡ്രാഗ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കുക. കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആ ഓട്ടോമാറ്റിക്കലി ആ പോർഷൻ, ആ ഒരു കളർ പിക്സൽ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിലേക്ക് ഫില്ല് ചെയ്ത് വരും. സോ വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, സോഴ്സും ഉണ്ട് ഡെസ്റ്റിനേഷനും ഉണ്ട്. നമുക്ക് നോർമലി ഇവിടെ ആക്റ്റീവ് ആയി കിടക്കുന്ന ഏതാണ്, സോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ആക്റ്റീവ് ആയി കിടക്കുന്നത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ സോഴ്സ് ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു അല്ലേ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയ, ആ ഒരു ഏരിയ എന്താണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഡെസ്റ്റിനേഷനുമായിട്ട് ഡെസ്റ്റിനേഷൻ ഫില്ല് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്തിട്ടും. സോ അതാണ് എന്താ സോഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട. നമ്മൾ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്ത ശേഷം ആ പോർഷൻ നമ്മൾ വേറെ ക്ലിയർ ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂവ് ചെയ്ത് വെക്കുന്ന ഏരിയ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത ഏരിയയിലേക്ക് ഫില്ല് ചെയ്ത് വരുന്നു. ഓക്കെ, അതാണ് എന്താ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ച് ഡെസ്റ്റിനേഷൻ നോക്കാം. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റാ. അതായത് ഞാൻ ഏരിയ സെലക്ട് ചെയ്ത് ആ ഏരിയ ആയിരിക്കും എന്ത്, നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കുന്ന ഏരിയയിലേക്ക് വരുന്നത്. നമ്മൾ ആദ്യമേ പഠിച്ച സോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ. അതായത് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത ഏരിയ ആയിരിക്കും എന്ത്, ഡെസ്റ്റിനേഷൻ മോഡിനകത്ത് പാച്ച് ആയി വരുന്നത് കണ്ടോ. നമ്മൾ സെലക്ട് ചെയ്ത റീജിയൻ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന റീജിയനിലേക്ക് പേസ്റ്റ് ആവും അല്ലെങ്കിൽ പെയിന്റ് ആവും. സോ അതാണ് എന്ത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു, ദെൻ ആ ഏരിയയിൽ ഫില്ല് ചെയ്ത് വരുന്ന ഏതാണ്, നമ്മൾ എങ്ങോട്ടാണോ ചേഞ്ച് ചെയ്ത് വെക്കുന്നത് ആ പോർഷനാണ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത ഏരിയയിലേക്ക് ഫില്ല് ചെയ്ത് വരുന്നത്. പക്ഷേ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് പോർഷൻ ആണോ സെലക്ട് ചെയ്യുന്ന ആ സോഴ്സ് നേരെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഏരിയയിലേക്ക് പേസ്റ്റ് ആയി വരും. അപ്പൊ അതാണ് എന്ത്, സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ അപ്പൊ അത്രയാണ് നമുക്ക് പാച്ച് ടൂളിനകത്ത് പഠിക്കാനുള്ള പ്രോപ്പർട്ടീസും പാച്ച് ടൂൾ യൂസ് ചെയ്യുന്ന മെത്തേഡും. ഓക്കെ, അപ്പോൾ സോ ഈ ഒരു ടൂൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് അത് പാച്ച് ടൂളും കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. റീടച്ചിങ് ടൂളുകൾ ചെയ്യുന്ന മെത്തേഡുകളെല്ലാം സെയിം തന്നെയാണ്. അതായത് നമ്മൾ റീടച്ച് ചെയ്യുന്ന എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏത് ടൂൾ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇമേജിനകത്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ഡാമേജ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഏരിയ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് റീടച്ചിങ് ടൂളും കൊണ്ടുള്ള യൂസ്. സോ നമ്മൾ ആ ഒരു രീതിയിൽ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, പാച്ച് ടൂൾ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പാച്ച് ടൂൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കിട്ടുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി സെലക്ഷൻ ടൂളുകൾ പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് പറയാതെ പോയത്. അതായത് ന്യൂ സെലക്ഷൻ, ആഡിറ്റീവ് സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ. ഓക്കെ, ഈ ഒരു മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ഷൻ ടൂൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ്, അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഏരിയയിൽ നമുക്ക് ഒരുമിച്ച് പാച്ച് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
നിങ്ങളിവിടെ additive selection രണ്ടാമത്തെ additive selection ടിക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടോ, ഓരോ ഏരിയ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പാച്ച് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്ന additive selection എന്ന് പറയുന്നത്. പിന്നെ subtract from selection എന്ന് പറഞ്ഞ റീജിയൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കളയാം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് കളയണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ഏരിയ കോമൺ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ ടിക്ക് ഓൺ ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ആ സെലക്ഷൻ മെത്തേഡ് അന്ന് ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പാച്ച് ചെയ്യാനാണ് ഈ സെലക്ഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രാക്ടിക്കൽ വർക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് പല റീടച്ചിങ് ടൂളുകളും ഇനിയും നമുക്ക് 2 പഠിക്കാനുണ്ട്. സോ ഇതിന്റെയൊക്കെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, റീടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജിനെ നമ്മൾ റീടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഡാമേജ് ഉള്ള ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കുക. അങ്ങനെയുള്ള പർപ്പസ് ആണ് നമുക്ക് ഈ റീടച്ചിങ് ടൂൾ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് നിങ്ങൾ ഈ റീടച്ചിങ് ടൂളുകൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അതിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.